ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് ജനിക്കുന്നത്, അതുപോലെ ദൈവത്തിൽ നിന്ന് ആദ്യമായിട്ട് ജനിച്ചത് യേശു ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ദൈവത്തിൽ നിന്ന് ആദ്യജാതനായത് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ പുത്രനായിട്ട് ജനിച്ച ആദ്യത്തെ വ്യക്തിയാണ് യേശു എന്ന് നമ്മൾ ഗ്രഹിച്ചു. ഇനി വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് വചനം ജഡമായി തീർന്നു. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വചനമാണ്. വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ ലോകം ഗ്രഹിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ മതങ്ങളും ഈ സുവിശേഷ പ്രഘോഷകരും എല്ലാം പഠിപ്പിക്കുന്നത് അത് തെറ്റായ അർത്ഥത്തിലാണ് പഠിപ്പിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഞാനിത് പറയുമ്പോൾ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് എന്നോട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിച്ചിട്ടോ കാര്യമില്ല. വചനം ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ബൈബിള് പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വചനം ജഡമായി തീർന്നു. അപ്പൊ ആളുകള് ഈ വചനം കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ വചനം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മതങ്ങളും അതുപോലെ തന്നെ ഇന്നുള്ള വചന പ്രഘോഷകരെല്ലാം പഠിപ്പിക്കുന്നത് യേശു ദൈവമായി ഇരുന്നു, ആ ദൈവം ജഡം ധരിച്ച് ഭൂമിയിൽ വന്നു എന്നാണ് മനസ്സിലാക്കിയും പഠിപ്പിക്കുന്നതും എല്ലാം അതുപോലെയാണ്. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് അതിന് വ്യത്യസ്തമായിട്ടാണെന്ന് നമ്മൾ ബൈബിൾ ശരിയായ വണ്ണം മനസ്സിലാക്കിയാൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. നാം തിരിച്ചറിയേണ്ടത് ദൈവം ശാശ്വതനാണ്, ദൈവത്തിന് മാറ്റം ഇല്ലാത്തവനാണ്, ദൈവത്തിന് മാറുവാൻ കഴിയുകയില്ല. അങ്ങനെ ദൈവം മാറി ദൈവം മനുഷ്യനായി കഴിഞ്ഞാൽ ദൈവത്തിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. നമ്മൾ നമ്മുടെ സ്വാഭാവിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ദൈവം മനുഷ്യനായി തീർന്നു എന്ന് പറയുമ്പോൾ പിന്നെ ദൈവത്തിന് എന്ത് അസ്തിത്വമാണുള്ളത്? യഥാർത്ഥത്തില് ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നമ്മള് വചനം ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണത്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. നമ്മൾ തെറ്റിപ്പോകാനുള്ള കാരണം തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ ഈ വചനം നമ്മൾ ശരിയായി ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് വചനം ജഡമായി തീർന്നു. അവിടെ വചനത്തിൽ തന്നെ കിടക്കുന്നുണ്ട് വചനം ജഡമായി തീർന്നു. അല്ലെങ്കിൽ വചനം നമ്മളത് ഗ്രഹിക്കേണ്ടത് വചനം നമ്മുടെ ജഡിക മനുഷ്യനിലേക്ക് വചനം വന്നു എന്നാണ്, അല്ലെങ്കിൽ ജഡിക മനുഷ്യനിലേക്ക് വചനം വന്നു വസിച്ചു എന്നാണ് അതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. 90-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഇവിടെ ഈ 90-ാം സങ്കീർത്തനം 2-ാം വാക്യം പഠിപ്പിക്കുന്നത് നീ അനാദിയായും ശാശ്വതമായും ദൈവമാണെന്നാണ്. അപ്പൊ ദൈവം ശാശ്വതമായിട്ട് ദൈവമാണ്. ആ ശാശ്വതമായിട്ട് ദൈവമായിരിക്കുന്ന ദൈവത്തിന് മാറ്റമില്ലെന്നാണ് ആ വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന് ഒരിക്കലും മനുഷ്യനായിട്ട് മാറാൻ കഴിയുകയില്ല. മനുഷ്യനെ നമ്മൾ യഥാർത്ഥത്തിൽ ഗ്രഹിക്കേണ്ടത് ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ മനുഷ്യനെ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്നെന്നാണ്. മനുഷ്യനെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിന് മനുഷ്യനായിട്ട് അവതരിക്കേണ്ട കാര്യമില്ല. ആ ഒരു ചിന്ത ഈ ഹിന്ദു മിത്തോളജിയിൽ നിന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നാണ് നമുക്ക് തിരിച്ചറിയാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം ശാശ്വതനാണ്, ദൈവത്തിന് മാറ്റമില്ലാത്തവനാണ്, ദൈവത്തിന് മാറുവാൻ കഴിയാത്തവനാണ്. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും അനാദിയിലും നീ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് നീ ശാശ്വതമായും ദൈവമാണെന്നാണ്. അപ്പൊ നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അപ്പൊ അനാദിയിലും ദൈവം തന്നെയാണ്. അത് കഴിഞ്ഞ് ഈ പ്രപഞ്ചത്തെയും ഈ ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് ശേഷവും ദൈവം തന്നെയാണ്. ദൈവത്തിന് മാറ്റമില്ലെന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മള് സംഖ്യാപുസ്തകം 19-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കുവാൻ അവൻ മനുഷ്യപുത്രനുമല്ല, താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ?
താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ കൽപ്പിച്ചത്, താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഈ സംഖ്യാപുസ്തകം 19-ാം അധ്യായം 23-ാം വാക്യത്തിലൂടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. അപ്പൊ ദൈവം മനുഷ്യനോ മനുഷ്യപുത്രനോ അല്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മള് യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, എല്ലാ ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നമ്മളതിന്റെ POC ബൈബിള് പഠിച്ചു കഴിഞ്ഞാൽ, ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു, പിതാവിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന് മാറ്റമില്ല, അല്ലെങ്കിൽ മാറ്റത്തിന്റെ നിഴല് പോലും ഇല്ലാത്തവനാണ് ദൈവം എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ എല്ലാ ദാനവും ഉയരത്തിൽ നിന്ന് വരുന്നതാണ്. എല്ലാ ദാനവും പിതാവിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ആ പിതാവിൽ നിന്നാണ് എല്ലാ ദാനങ്ങളും മനുഷ്യന് ലഭിക്കുന്നത്. ആ പിതാവിന് മാറ്റമോ മാറ്റത്തിന്റെ നിഴല് പോലും ഇല്ലാത്തവനാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ ദൈവത്തിന് മനുഷ്യനായി പിറക്കുവാൻ കഴിയും? അത് നമ്മള് ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈ യേശു, നമ്മളത് ഫിലിപ്പിയർക്ക് ലേഖനത്തില് അതിനൊരു വാക്യമുണ്ട്, അവൻ ദൈവരൂപത്തിലിരിക്കെ എന്നാണ് ആ വചനം. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല എന്നാണ് ആ വചനം. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വചനത്തെ കുറിച്ച് നമ്മൾ പിന്നീട് നന്നായി പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് ആ വചനം ഇപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കുന്നില്ല. നമുക്ക് പിന്നീട് അത് ഗ്രഹിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്തവനാണ് ദൈവം. ആ ദൈവത്തിന് ഒരിക്കലും മനുഷ്യനായിട്ട് പിറക്കുവാൻ കഴിയുന്നതല്ല. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ 3 സംഖ്യാപുസ്തകം 19-ാം അധ്യായം 23-ാം വാക്യത്തിലൂടെയും സങ്കീർത്തനം 90-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെയും യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിലൂടെയും വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന് മാറ്റമോ മാറ്റത്തിന്റെ നീളമോ ഇല്ലാത്തവനാണ്. ദൈവം മനുഷ്യനും മനുഷ്യപുത്രനുമല്ല. ദൈവം പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ദൈവം അനാദിയിലും പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ദൈവം ശാശ്വതനാണ്. ദൈവത്തിന് മാറ്റമില്ലാത്തവനാണെന്നാണ്. അപ്പൊ ദൈവത്തിന് മാറ്റമില്ലാത്തവനാണ്. ദൈവം മനുഷ്യനായിട്ട് ദൈവത്തിനെ പിറക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് തെറ്റായിട്ടാണ്. ബൈബിൾ ഒരിക്കലും ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചു എന്ന് പഠിപ്പിക്കുന്നില്ല. വീണ്ടും ഒന്ന് തിമോത്തിയിൽ എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ആ വചനം ഞാനൊന്ന് വായിക്കാം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമവണ്ണം വലിയതാകുന്നു. ഇവിടെ അവൻ എന്ന് പറയുന്നത് ഈ ദൈവമാണ്, അല്ലെങ്കിൽ വചനമാണ്. അവനെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വചനത്തെയാണ്. വചനം ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പൊ നമ്മുടെ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ ജഡിക ആ മനുഷ്യനിലേക്കാണ് ദൈവത്തിന്റെ സത്യവചനം വരുന്നത്. അങ്ങനെ ജഡിക മനുഷ്യനിലാണ് ദൈവവചനം വന്ന് വസിക്കുന്നത്. അങ്ങനെ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ ജഡിക ശരീരത്തിലേക്ക്, അല്ലെങ്കിൽ ജഡിക മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ വചനം വന്ന് വസിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു. ഈ ആത്മീയ വചനങ്ങളിലൂടെയാണ് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. അവൻ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ ഈ ദൈവദൂത അറിയിക്കുന്നവർക്കാണ് വചനം, അല്ലെങ്കിൽ ക്രിസ്തു പ്രത്യക്ഷനാകുന്നത്. അങ്ങനെ ദൈവവചനം അറിയിക്കുന്നവർക്ക് ക്രിസ്തു പ്രത്യക്ഷനാകുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ലഭിച്ച വചനം ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്നു. ആ ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ട വചനം ലോകം വിശ്വസിച്ചു. അങ്ങനെയാണ്. അപ്പൊ ഈ വചനത്തിലൂടെയാണ് അല്ലെങ്കിൽ നമ്മള് അവൻ തേജസ്സിൽ എടുക്കപ്പെട്ടു. അങ്ങനെ ഒരു മനുഷ്യനിലേക്ക് വചനം വന്ന് വസിച്ച് അവൻ ആ ദൈവത്തിന്റെ വചനം മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്നു.
അത് ലോകത്തിൽ പ്രസംഗിക്കുമ്പോൾ ലോകത്തിലുള്ളവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അവന് ദൈവിക തേജസ് ലഭിക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 4-ാം വാക്യത്തിലോട് പഠിപ്പിക്കുന്നത്. നമ്മുടെ തേജസ്സായ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടും. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ മനസ്സിലാക്കിയതാണ്, ഈ അവൻ എന്ന് പറയുന്നത് വചനമാണ്. വചനം ഒരു വ്യക്തിയിൽ വരുമ്പോഴാണ് അവന് ജീവനുണ്ടാകുന്നത്. ആ വചനം ഒരു വ്യക്തിയിൽ വരാത്ത കാലം വരെയും അവൻ ആത്മീയമായി മരിച്ചവനാണ്. അങ്ങനെ ദൈവവചനം ഒരു വ്യക്തിയിലേക്ക് വരുമ്പോഴാണ് അവന് ജീവനുണ്ടാകുന്നത്. അങ്ങനെ ഇത് നാം ഗ്രഹിക്കേണ്ടത്, വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ ജഡിക മനുഷ്യനിലേക്കാണ് ദൈവത്തിന്റെ വചനം ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വന്ന് വസിക്കുന്നത്. ഇവിടെ വീണ്ടും നമ്മള് വചനം പഠിപ്പിക്കുകയാണ്. 1-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ നമ്മുടെ ജഡിക മനുഷ്യനിലേക്ക് ദൈവവചനം വരുന്നത് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ ലഭിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സത്യവചനം ലഭിക്കുന്നത്. അങ്ങനെ കൃപയും സത്യവും നിറഞ്ഞവനായി, അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് ഈ കൃപയും ഈ ദൈവത്തിന്റെ വചനവും ലോകത്തിന് നൽകിയത് യേശു ക്രിസ്തുവിലൂടെയാണ്. അത് കഴിഞ്ഞിട്ട് വചനം പഠിപ്പിക്കുകയാണ്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പൊ ഇവിടെ ഈ വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്, ഈ ശിഷ്യന്മാര് യേശുവിന് ലഭിച്ച തേജസ് യേശുവിന്റെ തേജസ് ആയിരുന്നില്ല എന്ന് അവർ മനസ്സിലാക്കി. ആ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ പുത്രന്റെ തേജസ് ആയിരുന്നു. പിതാവിൽ നിന്ന് ഏകജാതനായത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ തേജസ്സാണ് ഇത് യേശുവിൽ പ്രത്യക്ഷമായത്, അല്ലെങ്കിൽ യേശുവിന്റെ തേജസ് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ തേജസ്സായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് യേശുവിന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ പുത്രനായ ക്രിസ്തുവിന്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കി എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ തേജസ് യേശുവിന് ലഭിച്ചത് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്, യേശു ജനിച്ചപ്പോൾ യേശു ആയിരുന്നു, യേശു ക്രിസ്തു ആയി തീർന്നത് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോഴാണ്. അങ്ങനെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോഴാണ് യേശുവിന് ദൈവത്തിന്റെ തേജസ് ലഭിച്ചത്. ഈ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു തന്നെ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവിക തേജസ് മനുഷ്യർ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ച് നാം ഓരോരുത്തരും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക തേജസ് വീണ്ടെടുക്കണമെന്നാണ് ഈ വചനത്തിലൂടെ നമ്മെ ദൈവം പഠിപ്പിക്കുന്നത്. അപ്പൊ കൃപയും സത്യവും നിറഞ്ഞവനായി യേശു ഈ ഭൂമിയിൽ പാർത്തു. യേശുവിന്റെ തേജസ് ശിഷ്യന്മാര് മനസ്സിലാക്കിയത് പിതാവിൽ നിന്ന് ഏകജാതനായ പുത്രന്റെ തേജസ്സായിരുന്നു എന്ന് ശിഷ്യന്മാർക്ക് അവര് മനസ്സിലാക്കി, അവരത് ഗ്രഹിച്ചു. പക്ഷെ ഈ ലോകം ഈ കാലഘട്ടങ്ങളിൽ ഇത് മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഈ ലോകത്തിന്റെ ഇന്നത്തെ ഒരു കുഴപ്പമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. വചനം ശരിയായ വണ്ണം മനസ്സിലാക്കാത്തത് കൊണ്ട് ദൈവിക പദ്ധതികളെ കുറിച്ച് മനുഷ്യന് യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല. വീണ്ടും നമുക്ക് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കി, ദൈവം നമ്മുടെ അല്ലെങ്കിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ മനസ്സിലാക്കിയതാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഈ വചനമായ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വചനം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വചനം വന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചു കഴിഞ്ഞാൽ നാം ദൈവത്തിന്റെ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അപ്പൊ ജഡിക മനുഷ്യനിലേക്കാണ് ദൈവത്തിന്റെ വചനം ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വന്ന് വസിക്കുന്നത്. അതാണ് നമ്മള് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ ഇങ്ങനെ പഠിപ്പിക്കുന്നവരും, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അപ്പോൾ ഇവിടെ യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 3-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത്, നാം ഈ സത്യവചനം ലഭിച്ച ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയതാണ് എങ്ങനെ ദൈവത്തിന്റെ മകനായി തീരാമെന്നുള്ളത്. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചവരെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്.
അവര് ദൈവത്തിന്റെ മക്കളാണ്. ഇനി നാം എന്തായി തീരുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ഈ അവൻ എന്ന് പറയുന്നത് ഈ വചനമാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുമ്പോൾ നാം അവനെ താൻ ആയിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് നാം ദൈവത്തിനോട് സദൃശന്മാരായി തീരുമെന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തില് ദൈവം പുത്രനെ വിളിച്ചിരിക്കുന്നത് പുത്രനോടോ ദൈവമേ എന്നാണ് വിളിച്ചിരിക്കുന്നത് പുത്രനെ. അപ്പൊ ദൈവം ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരായി തീരുന്നത്. അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ച ഓരോ വ്യക്തിയെയും ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവമേ എന്നാണ്. ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. അങ്ങനെ ഈ ദൈവം ഒരാളിൽ പ്രത്യക്ഷമാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ട് ബൈബിൾ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ സത്യദൈവത്തെ കുറിച്ച് ഗ്രഹിക്കുവാനും കഴിയുള്ളൂ. ഇവിടെ വീണ്ടും അതാണ് വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജഡിക മനുഷ്യനിലേക്ക് വചനം വന്ന് അവൻ ജഡിക മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വചനം വന്ന് വസിക്കുന്നു. അങ്ങനെ വചനം വന്ന് വസിച്ചു കഴിഞ്ഞാൽ അവൻ ആത്മീയ മനുഷ്യനായി തീർന്നു. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയതുപോലെ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 46-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ആത്മീകമല്ല പ്രാകൃതം എത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. അപ്പൊ ഈ ജഡിക മനുഷ്യനിലേക്കാണ് ദൈവത്തിന്റെ ആത്മീയത വരുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ആത്മീയത ഒന്നാമത്തെ മനുഷ്യൻ പ്രാകൃത മനുഷ്യനാണ്, അല്ലെങ്കിൽ നാച്ചുറൽ മാനാണ്, അല്ലെങ്കിൽ ജഡിക മനുഷ്യനാണ്. അങ്ങനെ ജഡിക മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ ആത്മീയത വരുമ്പോൾ അവൻ ആത്മീയനായി തീർന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ആരും ആത്മീയ മനുഷ്യനായിട്ട് ജനിക്കുന്നില്ല. യേശുവും ആത്മീയ മനുഷ്യനായിട്ടല്ല ജനിച്ചത്, യേശുവും ജഡിക മനുഷ്യനായിട്ടാണ് ജനിച്ചത്. നമ്മളെ പോലെ തന്നെ സാധാരണ ജഡിക മനുഷ്യനായിട്ടാണ് യേശു ജനിച്ചത്. പക്ഷെ യേശു പാപം ഒഴിച്ച് എല്ലാ മനുഷ്യരെ പാപം ഒഴികെ ബാക്കി എല്ലാത്തിലും അവൻ മനുഷ്യരെ പോലെ ആയിരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇവിടെ വീണ്ടും റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായം 3-ാം വാക്യത്തിലൂടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഈ നമ്മുടെ ജഡിക മനുഷ്യർക്ക്, അല്ലെങ്കിൽ ജഡിക മനുഷ്യന് ഒരിക്കലും ന്യായപ്രമാണം അനുസരിച്ച് ജഡിക മനുഷ്യനായി കഴിയുന്ന ഒരു മനുഷ്യനും ഈ ന്യായപ്രമാണം പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിക്കുവാൻ. അപ്പൊ ഈ ന്യായപ്രമാണത്തിന് കഴിയാത്ത ഒരു കാര്യം സാധിക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തില്, അപ്പൊ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചത് പാപജഡത്തിലാണ് അയച്ചേക്കുന്നത് അല്ല, പാപജഡത്തിന്റെ ഒരു സാദൃശ്യത്തിലാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദൈവത്തിന്റെ സത്യവചനം നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ഒരുക്കപ്പെട്ട ഒരു ശരീരം ആവശ്യമാണ്. അതാണ് ജഡത്തിന്മേലുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വീഡിയോകളിൽ മനസ്സിലാക്കാം. എന്താണ് ഈ ജഡത്തിന്മേലുള്ള ശിക്ഷ എന്നൊക്കെ നമുക്ക് അടുത്ത തുടർന്നുള്ള വീഡിയോകളിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഈ ന്യായപ്രമാണത്തിന് കഴിയാത്തതിന്, അല്ലെങ്കിൽ ഈ ന്യായപ്രമാണത്തിന്റെ കീഴിൽ കിടക്കുന്ന മനുഷ്യന് ഒരിക്കലും പെർഫെക്റ്റ് ആയി തീരുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവം ഈ ജഡിക മനുഷ്യനെ ആത്മീയ മനുഷ്യനാക്കി തീർക്കുവാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. അപ്പൊ പാപം ഉള്ള മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിലേക്ക് അയച്ചു. അങ്ങനെ പാപജഡത്തില് ആയിരുന്ന മനുഷ്യന്റെ, അല്ലെങ്കിൽ പാപം കൊണ്ട് പാപത്താൽ അല്ലെങ്കിൽ പാപമുള്ള ഈ ജഡിക മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ വചനം ഇറങ്ങി വന്ന് വസിച്ചു. അപ്പോഴാണ് അവൻ ആത്മീയ മനുഷ്യനായി തീരുന്നത്. ഇതാണ് ബൈബിളിലെ ഏറ്റവും വലിയൊരു രഹസ്യം. നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്. ഈ ജഡത്തിലെ ദൈവം കൊടുത്ത ശിക്ഷ എന്താണ്? അത് യേശു കാൽവരി മലയിൽ മരിച്ച ശിക്ഷയല്ല, അല്ലാതെ ജഡത്തിന്മേലുള്ളൊരു ശിക്ഷയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ നമ്മള് ജഡിക ശരീരത്തിൽ ഒരു ശിക്ഷ നാം അനുഭവിക്കണം. അതൊരു മരണമാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ മനസ്സിലാക്കാവുന്നതാണ്.
ഇവിടെ എന്തിനാണ് ഈ ജഡിക മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ വചനം ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ജഡിക മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ വചനം വന്ന് വസിക്കുന്നത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത് റോമർക്ക് എഴുതിയ ലേഖനം റോമർക്ക് എഴുതിയ ലേഖനം തന്നെ വീണ്ടും അതിന്റെ 8-ാം അധ്യായം 5-ാം വാക്യം പഠിപ്പിക്കുകയാണ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പൊ ജഡിക മനുഷ്യനായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ജഡിക മനുഷ്യന്റെ ഇഷ്ടമനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ ജഡിക മനുഷ്യൻ ആത്മീയ മനുഷ്യനായി തീരുമ്പോഴാണ് അവൻ ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കുകയും അവൻ ആത്മീയമായി ജീവിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പോ ഇവിടെ ജഡത്തിന്റെ ഈ ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ ജഡിക അഭിലാഷങ്ങൾ അനുസരിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമുക്ക് മരണം വരുമെന്നാണ് ബൈബിൾ അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത്. എന്നാൽ ആത്മാവിന്റെ ചിന്ത, ആത്മാവ് എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ആത്മീയതയാണ്. ഈ ആത്മീയത അനുസരിച്ച് അല്ലെങ്കിൽ ആത്മീയമായി ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മീയതയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ ആത്മീയ വചനത്തിൽ നിന്നാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. അതാണ് ആത്മാവിന്റെ ചിന്ത. ജഡത്തിനുള്ളത് ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പൊ ഒരു വ്യക്തിക്ക് ഈ ആത്മീയമായി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മീയതയിൽ ജീവിക്കുമ്പോഴാണ് അവന് ജീവൻ ഉണ്ടാകുന്നത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും അസ്വസ്ഥമായിട്ടാണ് ജീവിക്കുന്നത്. ഈ മനുഷ്യൻ യഥാർത്ഥത്തില് അസ്വസ്ഥനായി ജീവിക്കുവാനുള്ള കാരണം അവൻ ഈ ജഡിക അഭിലാഷങ്ങളും ജഡിക ചിന്തകളുമായിട്ട് ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ആത്മീയ മനുഷ്യനായി തീർന്നാൽ നമുക്ക് ജീവനും സമാധാനവും ലഭിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇതൊന്നും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് നാം എപ്പോഴും അസ്വസ്ഥരായിട്ട് ജീവിക്കുന്നതെന്നാണ് വചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി വീണ്ടും നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 7-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. അപ്പൊ നമ്മൾ ജഡിക ചിന്തകളുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ ന്യായപ്രമാണം നമുക്ക് കീഴ്പ്പെട്ട് കിട്ടുകയില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മള് ന്യായപ്രമാണം അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നാം ദൈവത്തോട് ശത്രുതയിലാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ന്യായപ്രമാണം മൂലം ദൈവവുമായിട്ട് ശത്രുതയിലായ മനുഷ്യനെ രഞ്ജിപ്പിക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതാണ്. അങ്ങനെ ഈ പുത്രനെ സ്വീകരിച്ചാണ് നാം ദൈവവുമായിട്ടുള്ള ശത്രുതയിൽ നിന്ന് മുക്തി നേടുന്നത്. അപ്പൊ നാം തിരിച്ചറിയേണ്ടത്, ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ന്യായപ്രമാണത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. കാരണം ഈ മോശ നൽകിയ നിയമം മാത്രമല്ല ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സഭകളില് അംഗങ്ങളായി ജീവിക്കുമ്പോൾ ആ സഭയുടെ ഏത് സഭയിലാണോ നാം ജീവിക്കുന്നത് ആ സഭകളുടെ ന്യായപ്രമാണം അല്ലെങ്കിൽ ആ സഭയുടെ കൽപ്പനയും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ നമുക്ക് ആ സഭയിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സഭകളെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലാണ് കഴിയുന്നത്. അപ്പൊ ഈ സഭകൾ ഈ ന്യായപ്രമാണത്തിന്റെ കീഴിൽ കഴിയുന്നത് കൊണ്ടാണ് അവർക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാത്തത്. അപ്പൊ എപ്പോഴാണോ ന്യായപ്രമാണം നമ്മളിൽ അവസാനിക്കുന്നത്, ന്യായപ്രമാണം അവസാനിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവിന് നമ്മളിൽ വരുവാൻ കഴിയുള്ളൂ. വീണ്ടും നമ്മള് അടുത്ത വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്തെ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പൊ ജഡിക മനുഷ്യൻ ആയിട്ട് ജീവിച്ചാൽ നമുക്ക് ക്രിസ്തുവിന്റെ ആത്മീയതയില്ല, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല, ദൈവത്തിനുള്ളവനല്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മള് ജഡത്തിന്റെ ആത്മീയത അനുസരിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ക്രിസ്തുവിന്റെ ആത്മീയതയിലായിത്തീരുന്നില്ല. ക്രിസ്തുവിന്റെ ആത്മീയത ഇല്ലാത്തവൻ അവനുള്ളവനല്ല, ദൈവത്തിനുള്ളവനല്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വചനം പഠിപ്പിക്കുന്നത്, ക്രിസ്തു ദൈവത്തിനുള്ളവൻ, നാം ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. അപ്പൊ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചാണ് നാം ദൈവത്തിനുള്ളവരായി തീരുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ക്രിസ്തു നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് ദൈവവുമായിട്ടുള്ള ശത്രുത നീങ്ങി പോകുന്നത്.
അപ്പൊ യഥാർത്ഥത്തിൽ ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് നാം ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും ദൈവവുമായിട്ട് ശത്രുതയിലാണ്. ഈ ശത്രുത നീക്കുവാനായിട്ടാണ്, അല്ലെങ്കിൽ ഈ ശത്രുത നീങ്ങി ദൈവവുമായിട്ട് രഞ്ജിപ്പിലായി തീരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. നാം ഈ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ ക്രിസ്തുവിൽ ഒരു ശരീരമായി തീർന്ന് നാം ദൈവവുമായിട്ടുള്ള ശത്രുത നീക്കേണ്ടതാണ്. അതാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് കൃപയും സത്യവും നിറഞ്ഞവനായി യേശു ഈ ഭൂമിയിൽ വസിച്ചു. ഈ ശിഷ്യന്മാർ അവന്റെ തേജസ് ദൈവത്തിൽ നിന്ന് ഏകജാതനായ പിതാവിൽ നിന്ന് ഏകജാതനായ പുത്രന്റെ തേജസ്സായി കണ്ടു. അപ്പൊ ക്രിസ്തുവിന്റെ തേജസ്സാണ് യേശുവിൽ ഉണ്ടായിരുന്നതെന്ന് ഈ ശിഷ്യന്മാര് മനസ്സിലാക്കി അവരാ സത്യം ഗ്രഹിച്ചു. അവരാ സത്യമാണ് ലോകത്തോട് പ്രസംഗിച്ചത്. പക്ഷെ നാം അത് മനസ്സിലാക്കി ശരിയാവണ്ണം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നാം തിരിച്ചറിയേണ്ടത് യേശു ആദ്യജാതൻ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ വചനം ശരിയാവണ്ണം നാം മനസ്സിലാക്കേണ്ടത്, ലോകം മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നത് മറിയത്തിന്റെ ആദ്യജാതനാണ് യേശു എന്നാണ്. അത് നമ്മൾ ഭൗതികമായിട്ട് നോക്കുമ്പോൾ അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തില് പറയുന്നത് എങ്ങനെയാണ്? അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ആ വചനം ശരിയാവണ്ണം മനസ്സിലാക്കിയാൽ ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്ന് എഴുതുന്ന കാര്യം എന്താണുള്ളത്? ആദ്യജാതനെ പ്രസവിച്ചു എന്ന് എഴുതിയാൽ പോരെ? ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ആദ്യമായിട്ട്. ഇത് നമുക്കറിയാം, യേശു ജനിച്ചപ്പോ ലൈവായിട്ട് എഴുതിയൊരു വചനമല്ല. യേശു ജനിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും 40 വർഷം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ, അല്ലെങ്കിൽ യേശു ജനിച്ചതിന് ശേഷം 40 വർഷത്തിന് ശേഷം എഴുതിയതാണ് ഈ വചനങ്ങളെല്ലാം. അപ്പൊ അന്ന് ശിഷ്യന്മാർ എഴുതി വെച്ചിരിക്കുന്നത്, അവര് നമ്മളെ പഠിപ്പിച്ചത് അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അപ്പൊ ആദ്യജാതനെ പ്രസവിച്ചു എന്ന് എഴുതിയാൽ പോരെ? ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് ആദ്യജാതനായ യേശുവിനെ പ്രസവിച്ചു എന്നാണ്. നാം തിരിച്ചറിയേണ്ടത്, നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ജനിക്കുന്നവരെല്ലാം ആദ്യജാതന്മാരുടെ സഭയിലാണ് അംഗങ്ങളാകുന്നത്. നാം കത്തോലിക്ക സഭയിലോ അല്ലെങ്കിൽ ജാക്കോബിറ്റ് സഭയിലോ അല്ലെങ്കിൽ ഇവിടുത്തെ അപ്പോസ്തോലിക സഭയിലോ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭയിലോ അല്ല അംഗത്വം നേടേണ്ടത്. ആ സഭയിൽ അംഗത്വം നേടേണ്ടെന്നല്ല, അങ്ങനെ ആരും, ഞാൻ ആ സഭയെ വിമർശിക്കുവാൻ പറഞ്ഞതല്ല. നാം അംഗത്വം നേടേണ്ടത് ആദ്യജാതന്മാരുടെ സഭയിലാണ്. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, ദൈവത്തിന്റെ ആദ്യജാതനാണ് യേശു, ദൈവത്തിന്റെ ഏകജാതനാണ് ക്രിസ്തു എന്നാണ്. നമ്മൾ വീണ്ടും ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവായ ക്രിസ്തുവാണ് ജനിച്ചത്. കർത്താവ് എന്ന് വെച്ചാൽ ആത്മാവാണ്. അപ്പൊ ആത്മീയതയായ ക്രിസ്തു, അല്ലെങ്കിൽ ആത്മാവായ ക്രിസ്തുവാണ് ജനിച്ചത് എന്ന് നാം തിരിച്ചറിയണം. അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, മറിയത്തിന്റെ ആദ്യജാതനാണ് യേശു. അത് ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ മറിയത്തിന്റെ ആദ്യത്തെ കുട്ടിയാണ് യേശു. പക്ഷെ ആദ്യജാതനായ പുത്രനെ പ്രസവിച്ചു എന്ന് അവിടെ എഴുതേണ്ട കാര്യമില്ല. ഇവിടെ ആദ്യജാതൻ, ദൈവത്തിൽ നിന്ന് ആദ്യമായിട്ട് ജനിച്ച ദൈവത്തിന്റെ ആദ്യത്തെ പുത്രനാണ് യേശു. ഇനി നാം എല്ലാവരും ആദ്യജാതന്മാർ. ആരൊക്കെയാണോ ദൈവത്തിന്റെ സത്യവചനത്തിൽ നിന്ന് ജനിക്കുന്നത് അവരെല്ലാവരും ആദ്യജാതന്മാരുടെ സഭയിലാണ് അംഗങ്ങളാകുന്നത്. അപ്പൊ ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ യഥാർത്ഥ സഭ മറഞ്ഞിരിക്കുന്ന സഭയാണ്. ആ സഭയാണ് ദൈവത്തിന്റെ ആദ്യജാതന്മാരുടെ സഭ. ആ സഭയിലാണ് നാം ഓരോരുത്തരും അംഗത്വം നേടേണ്ടത്. ആ സഭയിൽ അംഗത്വം നേടുന്നവരാണ് പിതാവിനോടൊപ്പം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യജാതന്മാരുടെ സഭയിൽ അംഗത്വം നേടുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവർ. അവരാണ് ദൈവത്തോടൊപ്പം നിത്യതയിൽ വസിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോകളിൽ മനസ്സിലാക്കാം. ഞാൻ ഈ പറഞ്ഞത് വചനം ശരിയായ വണ്ണം പറഞ്ഞു എന്നുണ്ട്. ഞാൻ ഏതെങ്കിലും സഭയെ വിമർശിക്കുന്നതോ അല്ലെങ്കിൽ ആളുകളെ വിമർശിക്കുവാൻ വേണ്ടി പറഞ്ഞതല്ല. യഥാർത്ഥത്തില് ബൈബിൾ പഠിപ്പിക്കുന്നത് ഇതാണ്. ദൈവം മനുഷ്യനായിട്ട് ദൈവത്തിന് ഒരിക്കലും അവതരിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് മാറ്റമോ നിഴലോ ഇല്ലാത്തവനാണെന്നാണ് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്.
അതുപോലെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം യേശു ആദ്യജാതനാണ്. അതുപോലെ ദൈവത്തിന്റെ ഏകപുത്രൻ ക്രിസ്തുവാണ്. അപ്പൊ ദൈവത്തിന്റെ ഏകപുത്രനെ സ്വീകരിച്ച് നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ സഭയിൽ അംഗമായി തീരേണ്ടവരാണ്, അല്ലെങ്കിൽ അംഗമായി തീരണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ പുത്രന്മാരായി തീരാം. അങ്ങനെ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ പ്രവേശിച്ച് നമുക്ക് ദൈവത്തോടൊപ്പം നിത്യതയിൽ വസിക്കുവാൻ പരിശ്രമിക്കാം. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സത്യസുവിശേഷം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ വചനങ്ങളെല്ലാം ബൈബിളിൽ നിന്ന്, ഈ പറയുന്ന വചനങ്ങളെല്ലാം ബൈബിളിൽ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട് ഈ സത്യസുവിശേഷം ഈ ലോകത്തില് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.